എന്നെ ദേഷ്യം പിടിച്ചിരിക്കുക. വായിച്ചാണ് അൽ ബാബു സാലിസു ഫീ തഫ്സീരി കലിമാത്തിൻ. കുറേ കലിമത്തുകളുണ്ട്, അതിനെ വിശദീകരണം. യഹ്താജു ഇലൈഹിൽ മുഈദിബു, ഇറാബ് പറയുന്നവന് ആവശ്യമാകും അതിലേക്ക്. യക്തുറു ബിൽ കലാമി, സംസാരങ്ങളിൽ പെരുത്തു വരും. ദൗറുഹ, ആ കലിമാത്തുകളുടെ റൗണ്ടടിക്കല്. മനസ്സിലായില്ല? പല പല കിതാബുകളിലും പല പല ഇബാറത്തുകളിലും ആ കലിമാത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ തർക്കി പറയായ്മ മോശമല്ലേ? മനസ്സിലായില്ല? അപ്പൊ യുക്ബഹു ബിൽ മുഅരിബി, അല്ലേ? മുഅരിബിന് മോശമാക്കപ്പെടും. ജഹ്ലുഹ, ഇറാബ് പറയുന്നവർക്ക് മോശമാണ് ജഹ്ലുഹ, അതിന്റെ അറിവില്ലായ്മ. കാരണം എപ്പോഴും ഇങ്ങനെ കിതാബുകളിൽ തറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വഹിയ ഇഷുറൂനയാണ്. ബൽ ഇതിനത്താനിവ ഇഷുറൂനാണ്. 22 ഉണ്ട് കലിമത്ത്. 22 ഉണ്ടെങ്കിലും വഹിയ തമാനിയത്തു അൻവായിൻ, അത് 8 വിഭാഗമായിട്ടാണ്. അൻവായിൻ അദദ അബുവാബിൽ ജന്നത്ത്, സ്വർഗത്തിന് 8 വാതിലല്ലേ, അതേപോലെ 8 ഇവിടെ ഉണ്ടത്. ഉള്ള നല്ല മുസ്ലിം സ്വർഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ? അദദ അബുവാബിൽ ജന്നത്ത്, 8 വിഭാഗമാക്കാനേ. അഹദുഹ, ഒന്നാമത്തത് അഹദുഹാ ജലൈൽ അൻവായി മാ ജാഅ അലാ വജ്ഹിൻ വാഹിദൻ, ഒറ്റ വിധേനെ വരുള്ളൂ. ലാ ഗൈറു. മനസ്സിലായില്ലേ? വഹിയ അർബഅത്തുൻ, അങ്ങനെ ഒറ്റ വിധേന വരുന്നത് 4 ഉണ്ട്. അഹദുഹാ ഖത്തു ബി ഫത്ഹിൽ ഖാഫി വ തസ്ദീദി ത്വാഇ വ ലമ്മിഹ. ഖത്തു എന്ന് വായിക്കണം. ഖത്തു എന്ന് വായിക്കലാണ് ഫിൽ ലുഗത്തിൽ ഫുസ്ഹ, ഏറ്റവും ഫസീഹായ ലുഗത്ത്. വഹിയ അൽ ലുഗത്തുൽ ഊലാ. വസാനിയത്തു ബി ഫത്ഹിൽ ഖാഫി വ തസ്ദീദി ത്വാഇ, അത് തന്നെ മക്സൂറത്തൻ അലാ അസ്ലിൽ ഇൽതിഖാഇ സാകിനൈൻ, 2 സുക്കൂനുകൾ ഇൽതിഖാ ചെയ്യുക എന്ന അടിസ്ഥാനത്തിൽ. 2 സുക്കൂനിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുക്കുന്ന അർക്കത്തെ. വത്താലിദത്തു, മൂന്നാമത്തത് ഇത്ബാഉൽ ഖാഫിൽ ത്വാഇ ഫിൽ ളമ്മി, ഖുത്തു എന്ന് പറയാം. എന്തായാലും ഒരു കാര്യമായി. വറാബിയത്തു തഖ്ഫീഫ് ത്വാഇ മഅൽ ളമ്മി, ഖത്തു, ഖത്തു എന്നില്ല, ഖത്തു. വൽ ഖാമിസത്തു, അഞ്ചാമത്തത് മഅസുക്കൂനി ഖത്ത്. ഇനി എങ്ങനെ പറഞ്ഞാലും നമ്മള് കഴിച്ചിലാവുന്നതിന്റെ അർത്ഥം ഇല്ലേ? ഒരാൾ ഖത്തു എന്ന് പറഞ്ഞാലും ഖത്തി എന്ന് പറഞ്ഞാലും ഖത്ത് എന്ന് പറഞ്ഞാലും എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. പൂച്ച എങ്ങനെ വീഴാനും 4 കാലിലെ വീഴുമെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് മുസ്ലിംമാരിനി ഇപ്പൊ എങ്ങനെ ഓതിയാലും നമുക്കവിടെ ബേളം ഉണ്ടാക്കാൻ പറ്റില്ല. ബേളം ഉണ്ടാക്കാൻ പറ്റും, അത് ഫുസ്ഹായ ലോകത്തല്ലെന്നൊക്കെ പറയാം. ഫുസ്ഹായ ലോകത്ത് ഏതാണ്? ഖത്തു എന്നതാണ് എന്നൊക്കെ പറയാന്നല്ലാതെ ഒരാൾ വായിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റും. ഒരാൾ കത്തിന്ന് വായിച്ച് എന്നാ കത്തിയെങ്കിൽ കത്തി, ഒരാൾ കത്തുന്ന് വായിച്ച് ഓ അന്നവര് അങ്ങനെ ആയിക്കോട്ടെ. എന്താ ഒരാള് കാത്ത് അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്താ ചെയ്യാനോ അങ്ങനെ പദത്തിനെ അല്ലാ ഒരു പദത്തിനെ അങ്ങനെ പഠിച്ചെങ്കിൽ എല്ലാം പറഞ്ഞോട്ടെ. വഹിയ ഫിൽ ലുഗാത്തിൽ ഖംസ്, അപ്പൊ ഈ 5 പ്രയോഗത്തിലായിട്ടും തർക്കീബ് പറഞ്ഞല്ല. ലർഫുൻ, ലർഫാണ്. എന്തിന് ലർഫ്? ഇസ്തിഗ്റാഖി മാ മളാ മിനസ്സമാനി, തീരെ തന്നെ ഇതേവരെ. അതിനർത്ഥം മാജാനി ദൈദുൻ ഖത്തു, ദൈദ് വന്നില്ല, ഇതേവരെ വന്നില്ല, മുൻകാലങ്ങളിൽ ഒന്നും വന്നില്ല. അതല്ല
മാമലാമിന മുലാസിമുൽ നഫി നഫിയെ ലാസിമാക്കുന്നതുമാണ്. അപ്പൊ മാ ജാനി കത്തൂന്നേ പറയുള്ളൂ, ജാനി കത്തൂന്ന് പറയില്ല. എന്റെ അടുക്കൽ ചെയ്ത് വന്നു കത്തൂന്ന് തീരെ വന്നു. മാജായനയ്ക്ക് ശേഷമേ അല്ലെങ്കിൽ നബിക്ക് ശേഷമേ കത്ത് വരികയുള്ളൂ അങ്ങനല്ലേ? അങ്ങനെ വല്ലയിടത്തും ഇല്ല, അങ്ങനെ വല്ലയിടത്തും വരാത്തോണ്ട് കൊണ്ടുവരും. നമ്മൾ അന്നേരം പറഞ്ഞുതരും. തക്കൂലു നീ പറയും മാ ഫഅൽതുഹു ഖത്തു എന്ന്, ഞാനിത് ഇതേവരെ ചെയ്തിട്ടില്ല എന്നതിന്റെ അർത്ഥം. അതായത് ഐലം യസുദുർ മിന്നി, എന്നിൽ നിന്നും ഉണ്ടായിട്ടേയില്ല. ഫീലുഹു അതിന്റെ പ്രവർത്തനം ഫീ ജമീഇ അസ്മിനത്തിൽ മാളി അല്ല കഴിഞ്ഞ കാലത്തിലൊന്നും. ഇത് എവിടുന്നാണ് ഇതിന്റെ ഇസ്തിഖാഖെന്ന? വസ്തിഖാഖു ഖത്തു എന്നതിന്റെ ഇസ്തിഖാഖ് മിനൽ ഖത്തീന്ന്. അവ മുസ്തഖും മിന്നും ഒരേപോലെ ആയില്ല. ഖത്ത് എന്നുള്ളതിന് വഹുവൽ ഖത്ഉ മുറിച്ചു പറയുക, മുറിക്കുക എന്ന മാനയുള്ള ഖത്ത്, അതിൽ നിന്നാണ് ഇതിനെ പിടിച്ചെടുത്തത്. മുസ്തഖും മിന്നും ഒരേപോലെ ആയെന്ന് പിന്നെ എന്ത് പറയാനപ്പ നമ്മള്? ഇപ്പൊ മാന മാ ഫഅൽതുഹു ഖത്തു, അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? ഞാൻ ഇതേവരെ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാല് മാ ഫഅൽതുഹു ഫീമൻ ഖതഅ മിൻ ഉംരി, എന്റെ ആയുസ്സിൽ നിന്നും കഴിഞ്ഞ ഒന്നിലും ഞാൻ പ്രവർത്തിച്ചില്ല. എന്തേ അങ്ങനെ പറഞ്ഞത്? ലിംഗത്തായിൽ മാളി കഴിയല്ല അനിൽ ഹാലി വൽ ഇസ്തിഖ്ബാലി. അപ്പൊ ഫലാ തുസ്തഅമലു ഇല്ലാ ബിൽ മാളിയിലല്ലാതെ പെരുമാറപ്പെടുകയും ഇല്ല. മുസ്തഖും മിൻഹു ഒരേപോലെ ആവുമല്ലോ അന്നേരം അല്ലേ? എന്നാ പിന്നെ മുസ്തഖും മിൻഹുവിനെ കിത്തുന്ന് വായിക്കും, കത്തുന്ന് വായിക്കണ്ട. എന്താ മുസ്തഖും മിൻഹുവേ കിത്തുന്ന് ആയിക്കോട്ടെ. എന്താ മോനെ മുസ്തഖ് മിൻഹു അൽ ഖത്താണ്. മുസ്തഖ് ഖത്ത് എന്നതാണ്. വേണ്ട അങ്ങനെ തന്നെ എഴുതണ്ട. എന്താ എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? എന്നാ പിന്നെ വേറെ ഉള്ളതുകൊണ്ടേക്ക് പറയാം. നിങ്ങൾ എനിക്കത്ര അറിയാവും എന്ന് പറയാം കേട്ടോ. ഖൗലുൽ ആമ്മത്തി ലാ ഫഅലുഹു ഖത്തു എന്ന് പറയുന്ന ചില ആൾക്കാർ, ഞാൻ അതിനെ പ്രവർത്തിക്കയില്ലാന്ന് അവിടെ ഒരു കത്ത് കൊണ്ടുവരും. ആരാ മൊയ്ലാമാരങ്ങനെ പറയല്ലോ. മാ ഫഅൽതു പറയണം, ലാ ഫഅലുഹു ഖത്തു എന്ന് പറയരുത്. അത് പിഴവാണ്. ലഹിനുൻ ഐ ഖത്തഉൻ. കാരണം എന്താ? അന്നകും അവർ ഇസ്തഅമലു, അവർ പെരുമാറി. നമ്മൾ പറയില്ലേടാ മോനെ അംസി അല്ല അസഹർ, സഹർ എന്നുള്ളത് മിനസ്സഹരിൽ നിന്നുള്ളതാണെന്ന് പറയില്ലേ? പറയില്ല. അതേപോലെ വെച്ചു കൊടുത്താൽ നിങ്ങളും അത് പുതിയതൊന്നും അല്ല. പിന്നെ ഖൗലുല്ലാമത്തി എന്ത് പറഞ്ഞു? ലാ ഫഅലു ഖത്തു, അത് ലഹിനുൻ ഐ ഖത്തഉൻ. അന്നകും ഇസ്തഅമലു, അതിനെ അവർ പെരുമാറി. ബിൽ മുസ്തഖ്ബിലി വദാലിക മുഖാലിഫുൻ ലിൽ വദ്ഇ വൽ ഇസ്തിഖാഖ്. അത് ഇസ്തിഖാഖിനും എതിരാണ്, വദ്ഇനും എതിരാണ്. എന്താ സമ്മാഹു അതിന് ലഹിനൻ എന്ന് പറഞ്ഞത് ലിമാ ഫീഹി, അതിനകത്തൊരു പിഴവുണ്ട്. അതിലുള്ള ഒന്നിനു വേണ്ടി മിൻ തഗയ്യുറിൽ മഅന. എന്താ യുഖാലു ലിൽ മുഖ്തി, പിഴച്ചോന്ന് പറയും ലാഹിനുൻ എന്ന് പറയും. ലാഹിനുൻ എന്ന്, ലാഹന എന്ന് വെച്ചാൽ മഴി മാറിയുന്ന വേണ്ടാ. അതല്ലേ അന്നഹു യഅദിലു ബിൽ കലാമി അനിസ്സവാബ് എന്ന്. അസാനി രണ്ടാമത്തെ പദം ഇവളു എന്നതാണ്. അല്ലെ കിട്ടാൻ ആ പാട്ട്